ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായാണ് വന്നിരിക്കുന്നത്. മോദി എന്തുകൊണ്ടാണ് ഒഴിയുന്നത് എന്നും എല്ലാം വിശദമായി നമ്മൾ പറയുന്നുണ്ട്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നൽകിയത് സഞ്ജയ് റാവുത്താണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വളരെയധികം പൊടിപൊടിക്കുകയാണ്. പാർട്ടി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണെങ്കിലും സംഘപരിവാർ നേതാക്കളുമായും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായും സഞ്ജയ് റാവുത്തിന് അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രസ്താവനയുമില്ലാതെ സഞ്ജയ് റാവുത്ത് അങ്ങനെ പറയില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ നരേന്ദ്രമോദിയുടെ വിരമിക്കലിന് RSS പാർട്ടിയുടെ യാതൊരുവിധ പ്രതികരണവുമില്ല. സെപ്റ്റംബർ 17-നാണ് നരേന്ദ്രമോദിക്ക് 75 വയസ്സാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിരമിക്കാൻ പോകുന്നതെന്നാണ് സഞ്ജയ് റാവുത്ത് വെളിപ്പെടുത്തിയത്. മോദിയുടെ പിൻഗാമിയും അടുത്ത പ്രധാനമന്ത്രിയുമായി വരുന്നത് ഉത്തർപ്രദേശ് മന്ത്രിയായ യോഗി ആദിത്യനാഥാണെന്നാണ് കൂടുതൽ പേരും സാധ്യത കൽപ്പിക്കുന്നത്. അമിത് ഷായുടെ പേരും മുൻഗണനാ ലിസ്റ്റിൽ വരുന്നുണ്ട്. എന്നാൽ അടുത്ത നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നും എന്നാണ് സഞ്ജയ് റാവുത്തിൻ്റെ വാദം. എന്നാൽ ഇത്തരം നിയമങ്ങളൊന്നുമില്ലെന്നാണ് BJP-ക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക.